Hi friends, welcome to my channel Science for Mass. ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലും +2 ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. ഒരു പരിധി വരെ ഇത് എന്തിനെ കുറിച്ചാണ് പറയണതെന്ന് നമുക്കറിയാം. ഇപ്പോൾ പ്രകാശം ഒരു തരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് എന്നുള്ള പ്രതിഭാസവും പ്രകാശവുമായിട്ട് യഥാർത്ഥത്തിൽ എന്താണ് ബന്ധം നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് 1860കളിലാണ്. എന്നാൽ 1800കളുടെ തുടക്കം തൊട്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഇലക്ട്രിസിറ്റിനെ പറ്റിയിട്ടും മാഗ്നറ്റിസത്തിനെ പറ്റിയിട്ടും വളരെയധികം പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെയും മാഗ്നറ്റിസത്തിന്റെയും ചില സവിശേഷതകൾ നോക്കാം. ഇപ്പോൾ ഇത് ഒരു മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ളത് അത് ഈ മാഗ്നറ്റിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അവിടെ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി ഇവിടെ വരെയൊക്കെ നമുക്ക് ആ ഫീൽഡ് അനുഭവിക്കാൻ കഴിയും. അതായത് ഈ ഒരു സ്ക്രൂ ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് സ്ക്രൂവിനെ അട്രാക്ട് ചെയ്യുന്നത് കണ്ടോ. അതായത് ഈ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈ എയറിൽ ഇത്രയും ദൂരത്തേക്ക് കൂടെ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയും. ഇപ്പൊ ഈ മാഗ്നറ്റിന്റെ ചുറ്റും എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് അതിന്റെ ചുറ്റുമുള്ള മീഡിയം എന്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഇവിടെ എയർ ആണെങ്കിൽ ഈ എയറിൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വാല്യൂ ഉണ്ട്. ഇനി ഇതിന് പകരം നമ്മൾ ഇരുമ്പിന്റെ ഒരു പീസ് വെക്കുകയാണെങ്കിൽ ആ ഇരുമ്പിന്റെ പീസിന്റെ ഇപ്പറയും നമുക്ക് വളരെയധികം മാഗ്നറ്റിക് ഫീൽഡ് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പൊ ഇരുമ്പാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണെന്ന് അർത്ഥം. അങ്ങനെ ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള മീഡിയത്തിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു എന്നുള്ളത് അത് ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിനെയാണ് പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അവിടെ മീഡിയം ഒന്നും ഇല്ലെങ്കിലും വാക്വം ആണെങ്കിലും അവിടെയും ഈ മാഗ്നറ്റിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. അതിന്റെ വാല്യൂ ആണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് വിളിക്കുന്നത്. ഈ പെർമിയബിലിറ്റിനെ മാത്തമാറ്റിക്കലി മ്യൂ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസിനെ μ0 എന്ന് വിളിക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ചില സവിശേഷതകൾ നമുക്ക് നോക്കാം. മാഗ്നറ്റ്സ് എപ്പോഴും നോർത്ത് പോളും സൗത്ത് പോളും ഒന്നിച്ചേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നോർത്ത് പോൾ ഒറ്റയ്ക്കോ സൗത്ത് പോൾ ഒറ്റയ്ക്കോ ആയിട്ട് മാഗ്നറ്റ്സിനെ കാണാൻ കഴിയില്ല. അതായത് ഡൈപോൾസ് ആയിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഒരു സവിശേഷത മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യും. ഇപ്പൊ നോർത്ത് പോളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കൂടെ സൗത്ത് പോളിലേക്ക് ഒരു ലൈൻ പോകുന്ന പോലെ തന്നെ അത് മാഗ്നറ്റിന്റെ ഉള്ളിൽ കൂടെ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്ക്. അപ്പൊ ഇതിങ്ങനെ ഒരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ പറ്റിയിട്ട് ഒന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്കെയിൽ എടുത്തിട്ട് തലയമ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് കടലാസ് കഷ്ണങ്ങളുടെ നേരെ കാണിച്ചു കഴിഞ്ഞാൽ ഈ കടലാസ് കഷ്ണങ്ങൾ സ്കെയിലിലേക്ക് ചാടി പിടിക്കും. ഇത് മാഗ്നറ്റിക് ഫീൽഡ് അല്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഇരുമ്പിനൊക്കെ അട്രാക്ട് ചെയ്യുള്ളൂ. ഇവിടെ കടലാസുകളാണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇപ്പൊ നമ്മൾ സ്കെയിലിൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുള്ള ലൂസ് ഇലക്ട്രോൺസ് ഈ സ്കെയിലിൽ വന്ന് കയറും. ഇതിനെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ആണെന്ന് നമ്മൾ അന്നേ പറഞ്ഞു പഠിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ലൂസ് ഇലക്ട്രോൺസ് ഈ സ്കെയിലിനെ ചാർജ്ഡ് ആക്കും. അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള സ്കെയിലിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഈ പേപ്പറിനെ അട്രാക്ട് ചെയ്യുന്നത്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ചില സവിശേഷതകൾ നോക്കാം. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഒറ്റയ്ക്കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ ഒന്നിച്ചും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അത് മോണോപോൾസ് ആയിട്ടും ഡൈപോൾസ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പോലെ ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ല ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് മാത്രമുള്ളതെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റും നേർരേഖയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിന്റെ ചുറ്റും. ഇനി പോസിറ്റീവും നെഗറ്റീവും ചാർജ് അടുത്തടുത്ത് വരികയാണെങ്കിൽ പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്ക് ഏരോ ലൈൻസ് അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസ് പോകുന്നല്ലാണ്ട് തിരിച്ച് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോവുകയോ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുകയോ ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഇലക്ട്രിക് ചാർജിനും അതിന്റെ ചുറ്റും ഒരു ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഇലക്ട്രിക് ചാർജ് അതിന്റെ ചുറ്റും എത്രത്തോളം ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ആ മീഡിയത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ എയർ ആണെങ്കിൽ അവിടെ ഒരു പ്രത്യേക വാല്യൂ ഉണ്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്. ഇനി അതിന് വേറെ ഒരു കണ്ടക്ടർ, ഇപ്പൊ ചെമ്പ് കമ്പി ആണെങ്കിൽ അതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലുണ്ടായിരിക്കും. ഇനി അവിടെ വാക്വം അല്ലെങ്കിൽ ശൂന്യതയാണെങ്കിൽ പോലും അവിടെ ഇലക്ട്രിക് ഫീൽഡിന് ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെ ഒരു ചാർജ് അതിന് ചുറ്റുമുള്ള മീഡിയത്തിൽ എത്ര ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ആ മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അതിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. വാക്വത്തിന്റെ പെർമിറ്റിവിറ്റിനെ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് വിളിക്കും. പെർമിറ്റിവിറ്റിനെ മാത്തമാറ്റിക്കലി എപ്സിലോൺ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെ എപ്സിലോൺ 0 എന്ന് വിളിക്കും. ഇപ്പൊ ഞാനിപ്പോ ഈ μ0 എപ്സിലോൺ 0 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇനി കംപ്ലീറ്റ് ഫോർമുലാസ് ആണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക്സിൽ ഫോർമുലാസ് ഒരുപാടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ടേംസ് ഒന്ന് പരിചിതമാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾക്ക് ഇപ്പൊ ഇതിനോടകം മനസ്സിലായി കാണും. ഇനി നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. 1820 ആംബിയർ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട് മൂവിങ് ചാർജസിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു.
അതായത് ഇപ്പോൾ ഒരു ചെമ്പ് കമ്പി ഉണ്ടെങ്കിൽ ആ ചെമ്പ് കമ്പിയിലൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ ആ ചെമ്പ് കമ്പിക്ക് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ, അതായത് ഒരു ചെമ്പ് കമ്പി ആണെങ്കിൽ ഇതിനെ നമ്മളൊരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിൽ നിന്നും കറണ്ട് ഇങ്ങനെ ഒഴുകി ഇതിനകത്തൂടെ കടന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് സൈഡിലേക്ക് പോകും. അങ്ങനെ ഒരു കറണ്ട് ഇതിനകത്തൂടെ ഒഴുകുകയാണെങ്കിൽ ഈ കണ്ടക്ടറിന് ചുറ്റും ഇങ്ങനെ ലൂപ്പായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മൂവിങ് ചാർജസ് അല്ലെങ്കിൽ ഒരു കറണ്ട് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതായത് മാഗ്നറ്റ് ഇല്ലാതെ തന്നെ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ്. 1831 മൈക്കിൾ ഫാരഡേ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മൂവിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ മൂവിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്ത് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അതായത് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇലക്ട്രിക് കണ്ടക്ടറിനകത്ത് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇതൊരു മാഗ്നറ്റും ഇതൊരു ചെമ്പ് കമ്പിയുടെ കോയിലുമാണെന്ന് വിചാരിക്കുക. ഈ മാഗ്നറ്റ് നമ്മൾ ഈ ചെമ്പ് കമ്പിയുടെ കോയിലിനടുത്തേക്ക് കൊണ്ടുവരികയോ അകത്തി കൊണ്ടുപോവുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മാഗ്നറ്റ് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ ചെമ്പ് കമ്പിയിൽ വേരിയിങ് ആയിരിക്കും. അങ്ങനെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ചെമ്പ് കമ്പിയുടെ അടുത്തുണ്ടാവുകയാണെങ്കിൽ ഈ ചെമ്പ് കമ്പിയിൽ ഒരു കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുകയും ഈ വോൾട്ട് മീറ്ററിൽ ഒരു റീഡിങ് കാണിക്കുകയും ചെയ്യും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു കറണ്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണ്. 1860 ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ വന്നു. അദ്ദേഹമാണ് ഇലക്ട്രോമാഗ്നറ്റിക്സിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നതും അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് അതിനൊന്ന് ജനറലൈസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെതായ കുറെ പുതിയ കോൺട്രിബ്യൂഷൻസ് കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇക്വേഷൻസ് ഉണ്ടാക്കി. അദ്ദേഹം ഈ ഇലക്ട്രിസിറ്റിനെയും മാഗ്നറ്റിസിനെയും പറ്റിയിട്ട് കുറച്ചും കൂടി വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു മൂവിങ് കറണ്ടിന് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാൻ കഴിയും. ഇത് അദ്ദേഹം കുറച്ചും കൂടി ജനറലൈസ് ചെയ്തിട്ട് പറഞ്ഞു, അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡിന് ചില സാഹചര്യങ്ങളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനും ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചില സാഹചര്യങ്ങളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാനും കഴിയും. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്തൂടെ ഒരു കറണ്ട് ഒഴുകുകയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഈ ഒഴുകുന്ന കറണ്ട് ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഒരു ചേഞ്ചിങ് കറണ്ട് ആണെങ്കിൽ, അതായത് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, 50 ഹെർട്സ് ഉള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്നാൽ വളരെയധികം ഫ്രീക്വൻസി കൂടുതലുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഈ കണ്ടക്ടറിനകത്തൂടെ കടത്തി വിടുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. ആ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡിന് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡായും ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡായും പരസ്പരം കൺവേർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സംഭവത്തിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിന് വേറൊരു തരത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പെൻഡുലം ഉണ്ടെങ്കിൽ ആ പെൻഡുലം ഒരു നൂലുമെന്ന് ഇങ്ങനെ ഞാൻ നിൽക്കുന്നു. ആ പെൻഡുലത്തിന് ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് ഒരു ഇച്ചിരി കൂടും. അതായത് എൻ്റെ കയ്യിൽ നിന്ന് ഊർജ്ജം അബ്സോർബ് ചെയ്തുകൊണ്ട് ഈ പെൻഡുലത്തിന് കുറച്ച് പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ഈ പെൻഡുലം ഞാൻ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ പെൻഡുലത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് അതിങ്ങനെ താഴോട്ട് വരും. താഴെ ഈ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആവും. പക്ഷെ അതിന് ഇഷ്ടം പോലെ കൈനറ്റിക് എനർജി അതിന്റെ കയ്യിലുണ്ടായിരിക്കും. ആ കൈനറ്റിക് എനർജി കൊണ്ട് ഈ പെൻഡുലം ഇവിടെ നിൽക്കില്ല, അത് ആടി അപ്പുറത്തോട്ട് പോകും. അവിടെ എത്തി മാക്സിമം പോയിന്റിൽ എത്തുമ്പോൾ അതിന്റെ കൈനറ്റിക് എനർജി 0 ആയിട്ടുണ്ടാവും. എന്നാൽ കൈനറ്റിക് എനർജി മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയായി കൺവേർട്ടായി കാണും. അങ്ങനെ തിരിച്ച് ആ പൊട്ടൻഷ്യൽ എനർജി ഉപയോഗിച്ച് അത് തിരിച്ച് ഇങ്ങോട്ട് വരും. അങ്ങനെ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയും കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയും ഈ പെൻഡുലം ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഊർജ്ജം ഫ്രിക്ഷന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റു രൂപത്തിലോ ആ സിസ്റ്റത്തിൽ നിന്ന് ഊർജ്ജം പുറത്തോട്ട് പോകുന്നില്ലെങ്കിൽ ഈ പെൻഡുലം എന്നേക്കുമായി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതുപോലെ തന്നെ ആ വേരിയിങ് കറണ്ട് ഒഴുകുന്ന കണ്ടക്ടറിൽ നിന്നും ഊർജ്ജം അക്വയർ ചെയ്യുന്ന അതിന് ചുറ്റുമുള്ള ആദ്യത്തെ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആ ഊർജ്ജം ഉപയോഗിച്ച് ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുകയും അതേ ഊർജ്ജം ഉപയോഗിച്ച് ആ ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയും അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിനെയും കൺവേർട്ട് ചെയ്യുന്നത് വഴി ഈ ഊർജ്ജം പ്രിസർവ് ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം പ്രവചിച്ചത്. അതായത് ഇതൊരു കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ആന്റണി ആണെന്ന് വിചാരിക്കുക. ഇതിലൂടെ നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് വളരെ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തിവിടുകയാണ്. ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ ഫസ്റ്റ് സൈക്കിളിൽ കറണ്ട് മേലോട്ട് പോകുന്ന ഒരു ഡയറക്ഷനാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വേരിയിങ് കറണ്ട് മേലോട്ട് പോകുന്ന സമയത്ത് ഈ കണ്ടക്ടറിന് ചുറ്റും അല്ലെങ്കിൽ ആന്റണിക്ക് ചുറ്റുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്സ് ഇങ്ങനെ ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും, കാരണം ഈ കറണ്ട് വേരിയിങ് കറണ്ടാണ്. അങ്ങനെ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ആന്റണിക്ക് ചുറ്റുമുണ്ടാവുമ്പോൾ അത് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ ഇൻഡ്യൂസ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ താഴോട്ടായിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാവുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ താഴോട്ടായിരിക്കും ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുക.
ഇനി അതിന്റെ തൊട്ടടുത്ത സൈക്കിളിൽ കറണ്ട് താഴോട്ട് പോകുന്ന ഒരു സൈക്കിൾ വരും. അങ്ങനെ കറണ്ട് താഴോട്ട് പോകുന്ന സൈക്കിൾ വരുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറും. നേരത്തെ ഇങ്ങനെയായിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇപ്പൊ ഈ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്ത് മേലോട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡുകളെല്ലാം ഉണ്ടായിരിക്കുക. അങ്ങനെ താഴത്തോട്ടുള്ള സൈക്കിളിൽ ഇവിടെ ഈ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും ഫോം ചെയ്യുന്ന സമയത്ത് തൊട്ട് മുന്നത്തെ സൈക്കിളിൽ ഫോം ചെയ്തിരുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഈ കണ്ടക്ടറിൽ നിന്നും കുറച്ച് ദൂരെ സഞ്ചരിച്ച് ഏകദേശം ഇവിടെ വരെ എത്തിയിരിക്കും. ഇനി മൂന്നാമത്തെ സൈക്കിളിൽ കറണ്ട് മേലോട്ടാവുന്ന സമയത്ത് ഇവിടെ സെന്ററിൽ വീണ്ടും ഡയറക്ഷൻ മാറി വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ സമയത്ത് ഈ ഒരു സർക്കിളിലുള്ള മാഗ്നറ്റിക് ഫീൽഡൊക്കെ സഞ്ചരിച്ച് ഇവിടെ വരെ എത്തുകയും ഈ ഒരു സർക്കിളിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈ കണ്ടക്ടറിൽ നിന്നും സഞ്ചരിച്ച് കുറച്ച് ദൂരെ പോവുകയും ചെയ്യും. ഇനി ഈ സമയത്ത് നമ്മൾ കറണ്ട് നിർത്തുകയാണെങ്കിൽ ഈ പുതിയ സർക്കിൾസ്, പുതിയ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ഇതിനടുത്ത് ഫോം ചെയ്ത് നിൽക്കുമെങ്കിലും ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള പെയറുകൾ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അവ ആദ്യമേ ഫോം ചെയ്യുമ്പോൾ തന്നെ ഈ കണ്ടക്ടറിൽ നിന്നും അക്വയർ ചെയ്ത ഊർജ്ജം മാഗ്നറ്റിക് ഫീൽഡായും ഇലക്ട്രിക് ഫീൽഡായും പരസ്പരം കൺവേർട്ട് ചെയ്തുകൊണ്ട് അതിങ്ങനെ ക്യാരി ചെയ്ത് പോകും. പുതിയ സൈക്കിൾസ് അല്ലെങ്കിൽ പുതിയ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ പുതിയ തരംഗങ്ങൾ ഫോം ചെയ്യുന്നത് നിൽക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ആന്റിനയിലൂടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഒരുപാട് നേരം വിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ആന്റിനയിൽ നിന്നും കുറച്ച് ദൂരെ മാറി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും ഒരു ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ആരോ ലൈൻസ് നീളം കൂടുതലും കുറവും കാണിച്ചിരിക്കുന്നത് ഇതൊരു വേരിയിങ് ഫീൽഡ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മാഗ്നറ്റിക് ഫീൽഡും അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും ഇങ്ങനെ ദൂരെ അകന്നകന്ന് പോകുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇനി ഇത് പോകുന്നത് മൂന്നാമത്തെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഇത്തരത്തിൽ രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഡയറക്ഷനിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ തരംഗങ്ങളെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് വിളിക്കുന്നത്. ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലിന്റെ ഈ ഒരു പ്രവചനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഹെർട്സ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആദ്യമായി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. പിന്നീട് മാർക്കോണി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഇതേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് വയർലെസ് അല്ലെങ്കിൽ റേഡിയോ എന്നുള്ള സിസ്റ്റം ഉണ്ടാക്കിയത്. ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ജഗദീഷ് ചന്ദ്രബോസും ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ പറ്റിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വേരിയിങ് കറണ്ട് ഒഴുകുന്ന ആ ഒരു ആന്റിനയിൽ നിന്നും പുറപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഒരുപാട് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അവിടെ വഴിയിൽ നമ്മളൊരു റിസീവിങ് ആന്റിന വെക്കുകയാണെങ്കിൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന് ആ റിസീവിങ് ആന്റിനയിൽ ഒരു കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ അതേ ഫ്രീക്വൻസിയിലുള്ള ഒരു കറണ്ട്. ഈ കറണ്ട് ഡീകോഡ് ചെയ്തിട്ടാണ് നമ്മൾ റേഡിയോ സിഗ്നൽസ് പാട്ടായിട്ട് കേൾക്കുന്നത്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല് ഇലക്ട്രോമാഗ്നറ്റിക്സിനെ പറ്റിയിട്ട് ഒരുപാട് ഫോർമുലകൾ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ള ആ ഒരു പ്രവചനം പുള്ളി നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എത്രയായിരിക്കും എന്നുള്ളതിന് അദ്ദേഹം ഒരു ഫോർമുല ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ ഫോർമുലയിൽ രണ്ട് കോൺസ്റ്റൻസ് മാത്രമേ ഉണ്ടായുള്ളൂ, μ0യും ε0യും. അതായത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും. ഈ രണ്ട് കോൺസ്റ്റൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ വാക്വം അല്ലെങ്കിൽ ഫ്രീ സ്പേസ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസും പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസും അതിനോടകം തന്നെ ശാസ്ത്രജ്ഞന്മാർ പല പരീക്ഷണങ്ങൾ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ രണ്ട് വാല്യൂ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എത്രയായിരിക്കും കണ്ടുപിടിക്കാൻ കഴിയും. ആ വാല്യൂ എത്രയാണെന്ന് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് 3 ലക്ഷം km/s എന്നുള്ള വാല്യൂ ആണ്. ഈ 3 ലക്ഷം km/s എന്നുള്ളത് പ്രകാശത്തിന്റെ വേഗമാണ്. ഇത് അതിനോടകം തന്നെ പല പരീക്ഷണങ്ങൾ വഴി ശാസ്ത്രജ്ഞന്മാർ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രകാശത്തിന്റെ വേഗവും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ വേഗവും ഒന്നാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി പ്രകാശവും ഒരു തരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് തന്നെയാണ്. ഇന്ന് നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്നുള്ളത് ഒരു വൈഡ് റേഞ്ച് ഓഫ് റേഡിയേഷൻസിന്റെ പേരാണ്. അതിലെ എല്ലാ റേഡിയേഷൻസിനും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പെക്ട്രത്തിന്റെ ഒരറ്റത്ത് റേഡിയോ വേവ്സ് മുതൽ മറ്റേ അറ്റത്ത് ഗാമ റേസ് വരെ ഉണ്ട്. ഇതിലെ ഈ പലതരത്തിലുള്ള റേഡിയേഷൻസ് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് അതിന്റെ വേവ് ലെങ്ത്തിലും ഫ്രീക്വൻസിയിലുമുള്ള വ്യത്യാസമാണ്. അപ്പൊ ഈ വേവ് ലെങ്ത്തും ഫ്രീക്വൻസി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത്തരത്തിൽ വേരിയിങ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് സഞ്ചരിക്കുന്ന തരംഗങ്ങളുടെ ഇലക്ട്രിക് ഫീൽഡുകളുടെ ടോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ മാഗ്നറ്റിക് ഫീൽഡുകളുടെ പീക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയോ ആണ് വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇനി ഫ്രീക്വൻസി എന്നുള്ളത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ തരംഗങ്ങളിൽ ഒരു സെക്കൻഡിനകത്ത് എത്ര തരംഗങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഫ്രീക്വൻസി. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ റേഡിയോ ആന്റിനയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആ ആന്റിനയിലൂടെ കടന്നു പോയിരിക്കുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ എത്ര സൈക്കിൾസ് പെർ സെക്കൻഡ് ആ കറണ്ടിന് ഉണ്ട് എന്നുള്ളതാണ് ആ ആന്റിനയിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി.
ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിന്റെ ഫ്രീക്വൻസി കൂടി വരുന്നതിനനുസരിച്ചിട്ട് വേവ് ലെങ്ത് കുറഞ്ഞു വരും. അതുപോലെ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഫ്രീക്വൻസിയും കുറയും. ഇതാണ് കംപ്ലീറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇതാണ് റേഡിയേഷൻസിന്റെ ഓരോന്നിന്റെയും പേരുകൾ, അതിന്റെ ഫ്രീക്വൻസി, അതിന്റെ വേവ് ലെങ്ത് എന്നുള്ളതാണ് ഈ രണ്ട് ടേബിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും താഴെ കിടക്കുന്നത് റേഡിയോ വേവ്സ് ആണ്. അതിൽ ഫ്രീക്വൻസി ഏറ്റവും കുറവ് 3 kHz മുതൽ 3 GHz വരെയാണ് റേഡിയോ ഫ്രീക്വൻസിയുടെ റേഞ്ച്. അതുപോലെ തന്നെ വേവ് ലെങ്ത് നോക്കുകയാണെങ്കിൽ 100 km വേവ് ലെങ്ത് മുതൽ 10 cm വേവ് ലെങ്ത് വരെയുള്ള വേവ്സ് ആണ് റേഡിയോ ഫ്രീക്വൻസിയിലുള്ളത്. ഇനി അതിന്റെ മുകളിൽ മൈക്രോവേവ് ഉണ്ട്, അതിന്റെ മുകളിൽ ഇൻഫ്രാറെഡ് ഉണ്ട്. വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത് 400 THz മുതൽ 750 THz വരെയാണ് അതിന്റെ ഫ്രീക്വൻസി. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 760 നാനോമീറ്റർ മുതൽ 350 നാനോമീറ്റർ വരെയാണ്. അപ്പൊ ഇതിലെ ഓരോ കളറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ലെങ്ത്തും ഒരു ഫ്രീക്വൻസിയും ഉണ്ടായിരിക്കും. ഇനി അതിന്റെ മുകളിൽ അൾട്രാ വയലറ്റ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്. ഏറ്റവും ഫ്രീക്വൻസി കൂടുതലും വേവ് ലെങ്ത് കുറവുള്ളതിനെയാണ് ഗാമ റേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റേഡിയോ വേവ്സ് മുതൽ ഗാമ റേസ് വരെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്ന ഒരു സ്പെക്ട്രത്തിന്റെ ഭാഗമാണ് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ട് കാണും. ഇപ്പോൾ റേഡിയോ വേവ്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു ആന്റിനയിലേക്ക് കടത്തി വിടുമ്പോഴാണ് ആ ആന്റിനയിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ട് റേഡിയോ വേവ്സ് പുറപ്പെടുന്നത്. നമ്മൾ ഈ വിടുന്ന ആൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും ഈ ആന്റിനയിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, അതായത് റേഡിയോ വേവ്സിനും. അങ്ങനെയാണെങ്കിൽ വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ ഈ ആന്റിനയിലേക്ക് കടത്തി വിടുകയാണെങ്കിൽ ഈ ആന്റിനയിൽ നിന്നും വിസിബിൾ ലൈറ്റ് നമുക്ക് കിട്ടണ്ടേ? എന്നാലല്ലേ വിസിബിൾ ലൈറ്റും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. തിയററ്റിക്കലി ഇത് ശരിയാണെങ്കിലും പ്രാക്ടിക്കലി ഇതിന് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഒന്ന്, വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 400 THz കൂടുതലാണ്. ഈ 400 THz കൂടുതലുള്ള ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് ഒന്നും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ റേഡിയോ വേവ്സ് 1 കിലോമീറ്ററോളം വേവ് ലെങ്ത് ഉള്ള വേവ്സ് ആണ്. ഇത്തരം വേവ്സ് ഉണ്ടാക്കാനായിട്ട് ഏകദേശം ഒരു 1/4 കിലോമീറ്ററെങ്കിലും നീളമുള്ള ഒരു ആന്റിന വേണം. എന്നാൽ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് നാനോമീറ്റേഴ്സിലാണ്. അത് വളരെ ചെറിയ വാല്യൂ ആണ്. അത്രയും ചെറിയ ആന്റിനയിൽ ഇത്രയും ആൾട്ടർനേറ്റിംഗ് ആയിട്ട് കറണ്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വിസിബിൾ ലൈറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു ആന്റിന വഴി ആൾട്ടർനേറ്റിംഗ് കറണ്ട് കടത്തി വിടുന്നത് മാത്രമല്ല ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്. ഇപ്പൊ നമ്മൾ വിസിബിൾ ലൈറ്റ് നോർമലി ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് വഴി ഒരു ഇലക്ട്രിക് കറണ്ട് കടത്തി വിടുമ്പോഴാണ്. അതായത് ഒരു ബൾബിനകത്ത് ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ഉണ്ട്. ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് വഴി നമ്മൾ കറണ്ട് കടത്തി വിടുമ്പോൾ ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് ചുട്ടുപഴുക്കും. അങ്ങനെ ഏതൊരു വസ്തു ചുട്ടുപഴുക്കുമ്പോഴും അതിനകത്തുള്ള ആറ്റംസ് വളരെ സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യും. അതായത് ചൂട് എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ആറ്റംസിന്റെ വൈബ്രേഷന്റെ അളവാണ്. ടങ്സ്റ്റൺ ഫിലമെന്റ് ചുട്ടുപഴുക്കുമ്പോൾ അതിലുള്ള ആറ്റംസ് വളരെയധികം സ്പീഡിൽ വൈബ്രേറ്റ് ചെയ്യും. ഇത്തരം വൈബ്രേഷൻസിന് ഞാൻ നേരത്തെ പറഞ്ഞ 400 THz വരെ എത്താൻ കഴിയും. ഇത്തരത്തിൽ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ആറ്റംസിനെ ചുറ്റിക്കൊണ്ട് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ഉണ്ട്. ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസും വൈബ്രേറ്റ് ചെയ്യും. ഇത്തരത്തിലുള്ള ആറ്റംസിന്റെ വൈബ്രേഷൻസ് ആണ് വിസിബിൾ റേഞ്ചിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഉണ്ടാക്കുന്നത്. ഇനി തീനാളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തീനാളത്തിനകത്ത് കാർബൺ തരികളുണ്ട്. നമ്മളിപ്പോൾ ഒരു തീനാളം ചുമരിന്റെ അടുത്തേക്ക് പിടിക്കുകയാണെങ്കിൽ ചുമരുമ കരി പിടിക്കും. കാരണം തീനാളത്തിനകത്ത് കാർബണിന്റെ തരികളുണ്ട്. ഇപ്പൊ തീനാളത്തിനകത്ത് നമുക്ക് പ്രകാശം തരുന്നത് ഈ കാർബണിന്റെ തരികളാണ്. തീനാളത്തിനകത്ത് ചുട്ടുപഴുത്ത കാർബണിന്റെ തരികളിനകത്തുള്ള കാർബണിന്റെ ആറ്റംസിന്റെ വൈബ്രേഷൻസ് ആണ് വിസിബിൾ ലൈറ്റ് തീനാളത്തിനകത്ത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിലെ ഇലക്ട്രിസിറ്റി മാഗ്നറ്റിസം നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും ഇതും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തന്നെയാണ്. പ്രകാശം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് 1860കളിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്. പ്രകാശം ഇന്നും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് തന്നെയായിട്ടാണ് അറിയപ്പെടുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോൾ ഇതിന് ചില ഭേദഗതികൾ വരുത്തിയെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ല എന്ന് ക്വാണ്ടം മെക്കാനിക്സും പറഞ്ഞിട്ടില്ല. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എന്താണെന്നും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്നും പ്രകാശം എങ്ങനെയാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയി കണക്കാക്കപ്പെടുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.